നാട്ടിൽ വിളിച്ച മോസ്റ്റ് ആൾക്കാർക്കും പറയാനുള്ള ഇപ്പോൾ 2-3 ദിവസമായിട്ടേ മഴയാടോ മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ചൂടത്തിരിക്കണം നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. മഴയാന്ന് കേൾക്കുമ്പോഴേക്ക് നാട്ടിലൊന്ന് പോകാനൊക്കെ തോന്നും. പിന്നെ സാഹചര്യം കൂടെ നോക്കണമല്ലോ. അപ്പം നാട്ടിലെ നൊസ്റ്റാൾജിയ മാറ്റാൻ വേണ്ടിയിട്ടേ എൻ്റെ പണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ പ്രോൺസ്, അതായത് ഉണക്കൽ പ്രോൺസ്, അതിൻ്റെ ചമ്മന്തി. പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയി തുടങ്ങി ഹോസ്റ്റൽ ജീവിതമൊക്കെ ആയപ്പോൾ അങ്ങ് തന്നെ താനെ അങ്ങ് ഇഷ്ടമായി. അതങ്ങനെയാണല്ലോ, ഹോസ്റ്റലിൽ പോയി തുടങ്ങിയ ഇഷ്ടമില്ലാത്ത പലതും നമ്മുടെ ഫേവറേറ്റിലങ്ങ് ഇടപിടിക്കുമല്ലോ. അങ്ങനെ പിടിച്ചൊരു സംഭവമാണ് ഈ ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്ത് ക്ലീൻ ചെയ്ത് വറുത്തെടുത്ത് അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അമ്മിയിലങ്ങ് അരച്ചെടുത്ത്. നൊസ്റ്റാൾജിയ മാറാനാണ് അമ്മിയുടെ തേത്ത്. നിങ്ങൾക്ക് മിക്സിൻ്റെ ചേർക്കാം. കാരണം ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര അഭേദ്യമായ ബന്ധാടോ. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു സംഭവം ഈ അമ്മി എന്ന് പറയുന്നത്. പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് നാട്ടിൽ ഉമ്മച്ചിൻ്റെ ഉമ്മ, അതായത് എൻ്റെ ഉമ്മ പുതിയൊരു അമ്മി വാങ്ങിച്ചു. അപ്പോൾ പഴയ അമ്മയോട് ഫ്രീ ആണ്. അപ്പോൾ അതങ്ങ് നമ്മളെടുത്ത്, എന്നിട്ട് പിന്നെ കളി മൊത്തം അമ്മിയിലായിരുന്നു. ആ അമ്മി വെച്ചിട്ടായിരുന്നു നമ്മുടെ ചെറുതായിരുന്നപ്പോൾ ഉള്ള കഞ്ഞിയും കറിയും വെക്കുന്ന ഒരു സമയത്തുള്ള പരിപാടി. പിന്നെ ഇടയ്ക്ക് മൈലാഞ്ചിൻ്റെ ഇല ഈ അമ്മിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇല വാങ്ങിച്ചിട്ട് എടുത്തിട്ട് കൊടുത്തിട്ട് പറിച്ചു കൊടുന്ന അങ്ങനെ ആയിരിക്കും. അതൊക്കെ ഒരു കാലം. അങ്ങനെ ഇവിടെ ഞാൻ ഒരു ഷോപ്പിൽ പോയി അമ്മി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അമ്മി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും പറയാം നിനക്ക് വട്ടാമോളായിരുന്നു, നാട്ടിൽ പോലും അമ്മി ഒഴിവാക്കുകയാണ്. കഴിഞ്ഞ വെക്കേഷന് എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം, അമ്മിയൊക്കെയോ ഇവിടെയോ. പക്ഷേ ഉണ്ടല്ലോ, നാട്ടിലെ നൊസ്റ്റാൾജിയൊക്കെ അടിക്കുമ്പോൾ ഇതുപോലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി പിന്നെ അമ്മി തന്നെ കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ. സ്വർഗം സ്വർഗം. അങ്ങനെ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ നമുക്കങ്ങ് കിട്ടിക്കോളും. അല്ലാണ്ട് ഇപ്പോൾ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഓടിപ്പിടിച്ച് പോകാനൊന്നും കഴിയില്ലല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യടോ, ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ഓക്കെ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് അമ്മയിലങ്ങ് കഴിഞ്ഞ്. അതുകൊണ്ട് ലഞ്ച് വയ്ക്കുന്ന പരിപാടിയും കഴിഞ്ഞ് പാത്രം കഴുകണ്ട. അതിൻ്റെ ഇടയിൽ അമ്മി പകുതി വൃത്തിയായി. ലാഭമാണല്ലോ, ലാഭം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ അമ്മിയൊന്നും മൊത്തത്തിൽ ക്ലീൻ ആക്കണം. അതൊരു ടാസ്ക്കാണ്. ഇനിയിപ്പോൾ അമ്മിയൊക്കെ കഴുകി ഞാൻ എൻ്റെ വഴിക്കങ്ങ് പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.